ഗൈസ്, എൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. നമ്മുടെ ചാനലിലൂടെ ലോൺ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലായിട്ടും പരിചയപ്പെടുത്താനായി പോകുന്നത്. ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ ഇൻകം പ്രൂഫ് ഒന്നും ഇല്ലാണ്ട് ആധാർ കാർഡും പാൻ കാർഡും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കുറഞ്ഞ സിബിൽ സ്കോർ ആണെങ്കിൽ പോലും നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് പറ്റും. 20,000 രൂപ വരെയാണ് ഈ ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കാനായിട്ട് പറ്റുന്നത്. 36% വരെയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. എല്ലാ ആപ്ലിക്കേഷനിലും ഈ രീതി തന്നെയായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ 1 വർഷം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കും. പക്ഷേ ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ അത്രയും ലഭിക്കില്ല. ആധാർ കാർഡും പാൻ കാർഡും പിന്നെ നിങ്ങളുടെ ഒരു സെൽഫി മാത്രമാണ് ഈ ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കാനായിട്ട് ആവശ്യം വരുന്നത്. യുവ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. 1 വർഷമേ ആയിട്ടുള്ളൂ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ട്. ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തായാലും എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോൺ എടുക്കാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നത്. അവിടെ കുറച്ച് പെർമിഷൻസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പെർമിഷൻസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഇതുപോലെയായിരിക്കും ഓപ്പൺ ആവുക. ശേഷം അവിടെ ഒരു 500 രൂപ ഓൾറെഡി വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 62 ദിവസമാണ് ടെന്യൂറായിട്ട് കിട്ടുന്നത്. 649 രൂപ റീപേ ചെയ്യണം. താഴെ തിരിച്ചടയ്ക്കേണ്ട ദിവസവും എമൗണ്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ താഴെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത പേജിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നമ്മുടെ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യണം. ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്ത് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അടുത്ത പേജിൽ നിങ്ങളുടെ പേരും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ വർക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്. അതും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇമെയിൽ ID കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്രൂവ് ആയ തുക അവിടെ കാണിക്കും. എനിക്കിവിടെ 1000 ആണ് അപ്രൂവൽ ആയിട്ടുള്ളത്. 2 മാസം ടെന്യൂർ ലഭിക്കും. അത് ഓക്കെ ആണെങ്കിൽ ലോൺ എടുക്കാനായിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഒരു സെൽഫിയും ആഡ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഇവിടെ എക്സ്പീരിയൻസ് സ്കോർ ആണ് നോക്കുന്നത്. എക്സ്പീരിയൻസ് സ്കോർ ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ, നിങ്ങളുടെ ലോൺ അപ്രൂവ് ആയി എന്ന് ഇതുപോലൊരു മെസ്സേജ് വരും. ശേഷം ലോൺ എടുക്കാനായിട്ട് താഴെ കാണുന്ന ജനറേറ്റ് ലോൺ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോൺ സാങ്ഷൻ ലെറ്റർ വായിച്ചു നോക്കി ഓക്കെ കൊടുക്കുക. ശേഷം അടുത്തതായി ലോൺ എഗ്രിമെൻറ്റ് കാണിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സൈൻ കൊടുത്തുകൊണ്ട് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP കൊടുത്തുകൊണ്ട് ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുവാനും സാധിക്കും. 24 മണിക്കൂറിനുള്ളിൽ അക്കൗണ്ടിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ആകും. അക്കൗണ്ടിൽ ഫണ്ട് വന്നതിന് ശേഷം റീപേ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പേ എന്നും പേ ഫുൾ എന്നും 2 ഓപ്ഷൻ കാണാൻ പറ്റും. പേ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ EMIയും പേ ഫുൾ ആണെങ്കിൽ മൊത്തത്തിൽ ക്ലോസ് ചെയ്യാനുമായിട്ട് സാധിക്കും. ജസ്റ്റ് അവിടെ ഞെക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ, പേടിഎം, ഡെബിറ്റ് കാർഡ് ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും 4000 രൂപയുടെ ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് യുവ എന്ന ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കുന്നതും തിരിച്ചടയ്ക്കുന്നതും. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.